മോളെ അത് പിന്നെ എന്റെ മോൾ എവിടെയാന്നാ ചോദിച്ചേ? മോളെ ഇത് നിന്റെ കുഞ്ഞല്ലേ? ഇതാണോ എന്റെ മോള്? എന്താ ഇതാണോ അച്ഛൻ എന്റെ മോള്? ഇതിനെ എന്റെ അടുത്തുനിന്ന് മാറ്റിയേ. എനിക്ക് എന്റെ മോളെ കാണണം. എന്റെ മോളെ കാണണം. എനിക്ക് എന്റെ മോളെ വേണം. എന്റെ മോളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. എനിക്ക് എന്റെ മോളെ വേണം. വേണമെന്നാ പറഞ്ഞേ. വേണം വേണം എനിക്ക് എന്റെ മോള് വേണം. മോളെ അയ്യോ മോളെ മോളെ ശാരിക ചേച്ചി മോളെ മോളെ ചേച്ചി ചേച്ചി ഡോക്ടറെ വിളിക്ക്. മോളെ മോളെ ചേച്ചി മോളെ ശാരിക. ഡോക്ടർ ശാരികയ്ക്ക് ബോധം പോയി. ചേച്ചി മോളെ മോളെ എന്താ ഇവിടെ? മാറി നിൽക്ക. എന്താ ശാരികയ്ക്ക് സംഭവിച്ചത്? അത് പിന്നെ ശാരിക ഇത് സ്വന്തം കുഞ്ഞല്ലാന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞല്ലോ. ഇനി ചെയ്യാൻ പറ്റുന്ന ഏക കാര്യം ശാരികയുടെ യഥാർത്ഥ കുഞ്ഞിനെ കണ്ടുപിടിച്ചു കൊണ്ടുവന്ന് കാണിക്കാന്നുള്ളതാ. ഇനി അതേ ചെയ്യാനുള്ളൂ. എടാ ഭാമ എന്തെങ്കിലുമൊക്കെ പറയും. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയൊന്നും അല്ലല്ലോ. അത് കേട്ട് അവരെന്തിനാ വീട്ടിലിറങ്ങിയാ ഞാൻ ചോദിക്കുന്നേ? ഞാൻ അവിടെ അത്രയും വലിയ വീടുണ്ടാക്കിയിട്ടേക്കുന്നതേ വിഷ്ണുവിനും വിഷ്ണുവിന്റെ ഭാര്യയ്ക്കും മക്കൾക്കും താമസിക്കാനാ. അവിടെ നിന്ന് അവരെ കൊടുക്കേണ്ട ഒരാവശ്യവും. എടാ ഇവരിപ്പോ എവിടാ താമസിക്കുന്നേ? അച്ഛന്റെ വിഷ്ണുവിന്റെ വീട്ടിൽ തന്നെയാ. അവൻ ഇങ്ങനെ ഒരു നാണോ ഇല്ലാതെ ആര് ചീത്ത പറഞ്ഞാലും വേണ്ടില്ല, ഞാൻ കളക്ടറെ വിട്ട് പോവില്ല എന്ന് പറഞ്ഞ് നടക്കുമല്ലേ. ആണുങ്ങളായ ഒരല്പം നാണോ മാനോ ഒക്കെ വേണം. ഇത് രണ്ടും ഇല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? ഇവള് ആരുടെ കാര്യമാണ് പറയുന്നേ? വിഷ്ണുവിന്റെ ശാലയുടെ കാര്യം പറഞ്ഞോണ്ടിരിക്കുമ്പോ വേറെ ആരുടെ കാര്യം ഇവളീ പറയുന്നേ? ഇവക്കെന്തുവാ തലക്കാലം സുഖമില്ലേ? തലയ്ക്ക് സുഖമില്ലാത്തത് ഇവിടെ ആർക്കാണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് കൂടുതൽ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. അച്ഛന്റെ കാര്യങ്ങളൊക്കെ നിനക്ക് അറിയാവുന്നല്ലേ, പിന്നെ അതിന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു ചെല്ലുന്നേ. അപ്പോ എന്റെ നേരെ വരുന്നതോ അത് രോഗത്ത് കാണുന്നില്ലേ? ശാലിനി ഇതൊരു കാണുന്നില്ലല്ലോ. എനിക്ക് എന്റെ കുട്ടികളെ കാണാൻ പറ്റുമോ? അവരെ തിരിച്ച് വീട്ടിലോട്ട് കൊണ്ടുപോകാൻ ഞാൻ വന്നേക്കുന്നേ. അല്ല ഡേയ്, നീ എവിടെ പറഞ്ഞായിരുന്നോ? ശാലിനി ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞാ. എന്തായാലും വരട്ടെ, വന്നിട്ട് നമുക്ക് എന്താന്ന് വെച്ചാൽ തീരുമാനിക്കാം. ഭഗവാനെ, എന്റെ വിഷ്ണുവിനെ ഭാമ ഒരു സമാധാനം കൊടുക്കുന്നില്ലല്ലോ. ഭാമ എന്തിനാ അവനിട്ടിങ്ങനെ സങ്കടപ്പെടുത്തുന്നേ? ആകെപ്പാടുള്ള ആൺതരിയ, അതിനെയാണെങ്കിൽ ഇങ്ങോട്ട് കണ്ണീർ കുടിപ്പിക്കുക. അവിടെ ആണും ചത്തും പുല്ലും മുളച്ചു. അതൊന്നും ഇവിടെ അറിഞ്ഞിട്ടില്ല. കഷ്ടം. ശ്യാമേ, ഞാനൊന്നും പറയുന്നില്ലേ. ഞാൻ എന്തെങ്കിലും പറഞ്ഞ പിന്നെ പലരുടെ മുഖത്ത് ഇവിടെ നീരും വെള്ളവും വെക്കും. ഇവിടെ എന്താ പറയുന്നേ? അത് നോക്കണ്ട അച്ഛാ, കുറച്ചു കാലമായിട്ട് ഇങ്ങനെയൊക്കെ തന്നെയാ. ശാലിനി വന്നല്ലോ അച്ഛാ. മക്കള് വന്നാ നിന്നെ നോക്കിയിരിക്കാതടി. അല്ല അവന്റെ വിഷ്ണു അവൻ വന്നില്ലേ? വരും വരും, തെക്കോട്ടൊക്കെ ഇരുന്നാ മതി. ശ്യാമേ വേണ്ട. സത്യമേ, ഞാൻ അടിച്ചു വരാനായിട്ട് വരുമ്പോ രാഘവൻ സാറ് അവിടെ തൂണിന്റെ അടുത്ത് പുറത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. ഞാൻ മുറി അടിച്ചു വാരി കഴിഞ്ഞ് വാഷിംഗ് മെഷീനില് തുണി ഇടുന്ന സമയേ ആയിട്ടുള്ളൂ. ആളെ കാണാനില്ല. സാറ് പക്ഷേ എന്തോ ആലോചിച്ച് കണക്കൂട്ടിയിരിക്കുന്നത് പോലെയാ എനിക്ക് തോന്നിയത്. എന്തൊക്കെയോ ആലോചിച്ചു കൂടുന്നുണ്ടായിരുന്നു.
വേറെ എന്താ ആലോചനയാ? വേറെ എന്താ ആലോചനയാ? ഇവിടെയുള്ളവരെ എങ്ങനെയെല്ലാം കഷ്ടപ്പെടുത്തണം, ബുദ്ധിമുട്ടിക്കണം, അതാണല്ലോ ഈ കാണിച്ചു കൂട്ടുന്നതൊക്കെ. ഇല്ലെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ഒരു ഇറങ്ങിപ്പോക്കിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ? ഇനി ചിലപ്പോ കുടുംബശ്രീ വീട്ടിൽ പോയി ശാലിനി കുഞ്ഞിനെയും പിള്ളേരെയും വിളിച്ചോണ്ട് വരാൻ പോയതാണെങ്കിലോ? അല്ല, കൊച്ചുങ്ങള് പോയത് സാറിനെ വല്ലാതെ സങ്കടപ്പെടുത്തിയിട്ടുണ്ട്. സത്യമ്മ അങ്ങോട്ടൊന്ന് വിളിച്ചു ചോദിച്ചാ. ഞാൻ വിളിക്കാനോ? അതോ അവളെ? ശാലിനി ഇനി ഞാൻ വിളിക്കല്ല പൊന്നി, വിളിക്കില്ല. ഞാൻ അവളെ ഒരുപാട് സ്നേഹിച്ചിരുന്നതാ. മരുമകളായിട്ടല്ല ഞാൻ അവളെ കണ്ടിരുന്നത്, എന്റെ മകളായിട്ട് തന്നെയാ. എന്നിട്ട് അവൾ എന്നോട് എന്താ കാണിച്ച്? ശത്രുക്കളോട് പോലും കാണിക്കരുത് ഈ പ്രവൃത്തി. അതുകൊണ്ട് അവൾക്കിനി മാപ്പില്ല. അവളോട് മാത്രമല്ല, അവളുടെ വീട്ടുകാരുമായിട്ടും സത്യഭാമയ്ക്ക് ഇനി ഒരു ബന്ധവും ഉണ്ടാവില്ല. സത്യമേ, മക്കള് സ്കൂളിൽ പോകാൻ ഇറങ്ങിയതാണോ? എങ്ങനെ സ്കൂളിൽ പോവാനാ? ഞങ്ങളുടെ പുസ്തകവും ഡ്രസ്സെല്ലാം ഇവിടെയല്ലേ ഇരിക്കുന്നേ.